കൊല്ലം അഞ്ചലിൽ KSRTC ബസ്സിന് തീപിടിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തിന് പോയ ബസ്സിനാണ് തീപിടിച്ചത്. ഡീസൽ ടാങ്ക് ലീക്കായി അതിലേക്ക് തീ പടരുകയായിരുന്നു. ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്കും ബൈക്കിൽ ഞാൻ വൈഫും കൊണ്ട് വരുമായിരുന്നു. അപ്പം ഇതിൻ്റെ ഡീസൽ ചോരുന്നതായിട്ട് കണ്ട് അങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പിന്നെ കണ്ടക്ടറോട് കാര്യം പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഇതുവഴി ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ കാണാൻ ചെറിയ രീതിയിൽ പുകയും റേഡിയേറ്ററിൻ്റെ അവിടുന്ന് നല്ല തീയുണ്ട്. അപ്പം തന്നെ ഓടിച്ചെന്ന് നമ്മൾ പോയി പിന്നെ പമ്പിൽ നിന്ന് മറ്റേ ഫയർ എടുത്തുകൊണ്ട് വന്ന് അടിച്ച് തീ അടച്ചിട്ടുണ്ട്. ഇല്ലില്ല, ആർക്കും കുഴപ്പമൊന്നുമില്ല. മനോജ് ചേരുന്നു. ഇപ്പോഴും അറിയുന്നത് അങ്ങനെ തീ നിലത്ത് വീണോ, നിലത്തിന് കൊണ്ടുവരും മുകളിലേക്ക് ഒരു തീ സവാരം വന്ന് അടച്ചു വന്നു. ഞങ്ങൾ വെള്ളം ഒഴിച്ചു. തിരുവനന്തപുരത്ത് മുടക്കാൻ പോകുന്നുണ്ട്. മനോജ് ചേരുന്നു. മനോജ്, ആളപായം ഒഴിവായതിൽ ആശ്വസിക്കാം അല്ലേ, സംയോജിതമായ ഇടപെടൽ കൊണ്ട്? തീർച്ചയായും ഈ ബൈക്ക് യാത്രികന്റെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും ഒക്കെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. വൈകുന്നേരം 5 മണിയോടെയാണ് ഈ അഞ്ചൽ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ തീപിടുത്തമുണ്ടാകുന്നത്. അതായത് ബസ്സിലെ ഡീസൽ ലീക്ക് ആകുന്നത് ഈ ബൈക്ക് യാത്രികന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് കണ്ടക്ടർ വിവരം അറിയിച്ചതിന് പിന്നാലെ ഈ തീ പടരുകയായിരുന്നു. ഉടൻ തന്നെ ഈ പെട്രോൾ പമ്പിൽ നിന്നും മറ്റ് അഗ്നിരക്ഷാ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഈ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. എന്തായാലും നിരവധി യാത്രക്കാരാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. അത്തരത്തിൽ തന്നെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തന്നെ ബസ്സിലെ ഡീസൽ ടാങ്കിന് ചോർച്ച ഉണ്ടായിരുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഡീസൽ ലീക്കായി റോഡിലേക്ക് വീണതാണ് ഇത്തരത്തിൽ തീ പടരാൻ കാരണമായതെന്ന് പറയുന്നുണ്ട്. അഞ്ചൽ പോലീസും ഫയർഫോഴ്സും പിന്നീട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിരവധി യാത്രക്കാരുണ്ടായിരുന്ന ബസ്സാണ്. ആ ബസ്സാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് പോയത്. എന്തായാലും ഈ ചോർച്ചയുള്ള ബസ് നിരത്തിലിറക്കിയത്, അത് ഒരു പരിശോധനയും നടത്താതെ നിരത്തിലിറക്കിയത് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക്, അതായത് ജീവന് തന്നെ ഭീഷണിയാണെന്നും ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ജനം ടിവിയുടെ വിഷ്വൽ ജേർണലിസ്റ്റ് കൂടിയായിട്ടുള്ള അനൂജ് ആനൂർ ഉൾപ്പെടെ ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു. അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് ഈ പോകുന്ന വഴിയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. എന്തായാലും നിരവധി യാത്രക്കാരാണ് ഈ ഒരു ഭീതി നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും KSRTC ബസ്സിലാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്താതെ ഈ ബസ്സുകൾ നിരത്തിലേക്ക് ഇറക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഈ ബസ്സിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അടിഭാഗത്തു നിന്നും തീ ഉയർന്നിരിക്കുന്നു. എന്തായാലും ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ അഞ്ചലിൽ വെച്ചുണ്ടായ തീപിടുത്തമാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അനുനന്ദ. അപ്പോൾ മതിയായ പരിശോധന ഈ ഡിപ്പോകളിൽ നടക്കുന്നില്ല എന്നല്ലേ അനുമാനിക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഒരു ഡീസൽ ചോർച്ചയുള്ള ബസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നെങ്കിൽ ആ ബസ് നിരത്തിലിറക്കില്ലായിരുന്നു. പക്ഷേ പരിശോധനകൾ നടത്താതെ നിരത്തിലിറക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നത്. എന്തായാലും ഈ ഒരു ഡീസൽ ചോർച്ച അത് നാട്ടുകാരുടെ വരെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. ബസ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകെ വന്ന ബൈക്ക് യാത്രികരാണ് ഈ ഡീസൽ ചോരുന്നുണ്ട് എന്നുള്ള വിവരം പറയുന്നത്. പിന്നാലെയാണ് ഇത് തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ KSRTC പോയിരിക്കുന്നത്. അതായത് പൊതുജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അവർക്ക് വേണ്ട ഗതാഗത സൗകര്യം ഒരുക്കുന്ന ബസ്സിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കൊല്ലം അഞ്ചലിൽ KSRTC ബസ്സിന് തീപിടിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തിന് പോയ ബസ്സിനാണ് തീപിടിച്ചത്. ഡീസൽ ടാങ്ക് ലീക്കായി അതിലേക്ക് തീ പടരുകയായിരുന്നു. വിവരങ്ങൾ നൽകിയത് മനോജ്.